അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമത عن مالك عن زيد بن أسلم عن عطاء بن يسار عن ابن عباس رضي الله عنهما قال النبي صلى الله عليه وسلم أريت النار فإذا أكثر الناس النساء يكفرن قيل أيكفرن بالله قال يكفرن العشيرة ويكفرن الإحسان لو أحسنت إلى إهداهن الدهر ثم رأت منك شيئا قالت ما رأيت منك شيئا قط. എത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ഞാൻ ഈ ഓതിവച്ച ഹദീസിനെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതിന് റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉരീത്തുന്നാറ, എനിക്ക് നരകത്തെ കാണിക്കപ്പെട്ടു. ഫഇദൻ, അന്നേരത്ത് നരകത്തിൽ അക്സറുന്നാസി, ജനങ്ങളിൽ ധാരാളം ആളുകളും അന്നിസാ, പെണ്ണുങ്ങളാണ്. എങ്ങനെയുള്ള പെണ്ണുങ്ങളാണ്? യക്ഫുർന, അവർ നന്ദികേട് കാണിക്കുന്നു. എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ എനിക്ക് ധാരാളമായി നന്ദികേടുകൾ കാണിക്കുന്ന സ്ത്രീകളെയാണ് കാണാൻ കഴിഞ്ഞത്. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സദസ്സിൽ വെച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സദസ്സിൽ നിന്ന് ആരോ ഒരാൾ ചോദിക്കപ്പെട്ടു, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയക്ഫുർന ബില്ലാഹി, നബിയെ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച കാരണത്താലാണോ ധാരാളമായി സ്ത്രീകൾ നരകത്തിൽ കടക്കാനുണ്ടായ കാരണം? അള്ളാഹ്ക്ക് നന്ദികേട് കാണിച്ച കാരണത്താലാണോ? അള്ളാഹിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ്, യക്ഫുർനൽ അശീറ. റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, യക്ഫുർനൽ അശീറ, ഭർത്താക്കന്മാരോട് അവർ നന്ദികേട് കാണിക്കുന്നവരാണ്. വയക്ഫുർനൽ ഇഹ്സാന, ഭർത്താക്കന്മാർ അവർക്ക് ഗുണം ചെയ്തു കൊടുത്തതിന് അവർ നിഷേധിക്കുന്നവരാണ്. ഭർത്താക്കന്മാർ അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അവർ അതൊക്കെ നിഷേധിക്കും. അള്ളാഹിൻ്റെ റസൂൽ പറയാണ് വീണ്ടും, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന, ആ സ്ത്രീകളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, ആ സ്ത്രീകളിൽ നിന്ന് ഒരുവളിലേക്ക് നീ ഗുണം ചെയ്താൽ, അദ്ദഹ്റ, കാലം മുഴുവനും, ഒരുപാട് കാലം നീ അവൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുത്തു. സുമ്മ റഅത്ത് മിൻക ഷൈഅൻ, പിന്നെ അവൾ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, സുമ്മ റഅത്ത് മിൻക ഷൈഅൻ, പിന്നെ അവൾ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, ഖാലത്ത്, അവൾ പറയും, മാ റഅയ്തു മിൻക ഷൈഅൻ ഖത്തു, ഞാൻ നിങ്ങളിൽ നിന്ന് ഇതുവരെയും ഒന്നും തന്നെ, ഒരു നന്മയും നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നവൾ പറയും. അതാണ് നിഷേധം. എന്ത് നന്മ ചെയ്തു കൊടുത്താലും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വർത്താനം സ്ത്രീകൾ പറയും. അത് കാരണമാണ് നരകത്തിൽ ധാരാളമായി സ്ത്രീകൾ കടക്കാനുള്ള കാരണമെന്ന് അള്ളാഹിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കടയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങണിട്ടില്ലേ എന്ന് പറഞ്ഞ് ഓരോരോ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ഒരു വസ്തു വാങ്ങാൻ ഭർത്താവ് വിട്ടുപോയി, അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി, സാധനങ്ങളൊക്കെ വാങ്ങിയോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഭർത്താവ് പറയാം ഒക്കെ വാങ്ങിക്കണു പറയും. അങ്ങനെ അവൾ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് കാണാതായി. ആ ഒന്ന് കാണാത്തതിൻ്റെ പേരിൽ അവൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇങ്ങനെ മറന്നും കൊണ്ട് തന്നെയല്ലേ വരല്, എന്നാ നിങ്ങൾ ഫുള്ള് സാധനങ്ങൾ കൊണ്ടുവരല്. ആ ഒരു നന്ദി കേടുള്ള വർത്താന പറയുക.
അത്രയും സാധനങ്ങൾ കൊടുന്നു കൊടുത്തില്ലേ, അതിനുള്ളൊരു നന്ദിയല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. നല്ലൊരു സ്ത്രീയാണെങ്കിൽ എന്ത് പറയണം, അത് സാറല്ല, നമുക്കിനി പിന്നെ വാങ്ങാട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സമാധാനിപ്പിക്കണം. അതാണ് നല്ലൊരു നന്ദിയുള്ള വർത്താനം. അത് സാറല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടണം. അധിക സ്ത്രീകളും പറയും, എന്നും നിങ്ങളിങ്ങനെ മറന്നിട്ട് തന്നെയല്ലേ വരല് എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ഭർത്താവിനെ മുഷിപ്പിലാക്കും. അങ്ങനെ നന്ദി കേടുള്ള വർത്തമാനങ്ങൾ പറയും. അത് കാരണമായി കൊണ്ടാണ് സ്ത്രീകൾ ധാരാളമായി നരകത്തിൽ കടക്കാനുണ്ടാകുന്ന കാരണമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പഠിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നന്ദിയുള്ളവരാവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.